സൗജന്യ ഇന്ദിരാക്കട്ടും എത്തിയല്ലോ. ഇനി മുതൽ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് അഥവാ പവർ കട്ട് തിരിച്ചു വരികയാണ്. പവർ കട്ടില്ലാതെ ഒരു രക്ഷയില്ല, അതുകൂടി നിങ്ങൾക്ക് അങ്ങ് സൗജന്യമായി തന്നിരിക്കാമെന്ന് അളിയൻ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വർഷം മുഴുവൻ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകുമെന്ന് KSEB. ഡിസംബർ വരെ രാത്രിയിലെ വൈദ്യുതി പ്രതിസന്ധി തുടരുമെന്നാണ് KSEBയുടെ മുന്നറിയിപ്പ്. ലോഡ് ഷെഡിംഗിന്റെ സമയം നീട്ടേണ്ടി വരുമെന്നും KSEB റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചു. വായ്പയായി വാങ്ങിയ വൈദ്യുതി മടക്കി നൽകേണ്ടതും ഡാമുകളിൽ വെള്ളം കുറഞ്ഞതുമാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കൂടുതൽ ഷോർട്ടേജ് വന്നപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നമ്മൾ കടം വാങ്ങിയിരുന്നു. അത് ജൂൺ 15 കേരളത്തിൽ മഴ കിട്ടുമെന്ന പ്രതീക്ഷയിൽ ജൂൺ 15 ശേഷമാണ് പച്ചക്കടം വാങ്ങിയത് മടക്കി കൊടുക്കുന്നത്. അതിപ്പോ നമുക്ക് മടക്കി കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. രാജ്യത്തൊട്ടാകെ വന്ന വലിയ സമ്മർദ്ദം, ഉഷ്ണതരംഗം വർദ്ധിച്ചത്, അതുവഴി വൈദ്യുതിയുടെ ഉപയോഗം കൂടി എല്ലാ സംസ്ഥാനങ്ങളും ഈ പ്രതിസന്ധി അല്ലെങ്കിൽ കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നു. നമ്മൾ മടക്കി കൊടുക്കാനും കൂടെ ഇത് എന്റെ കുഴപ്പമോ അല്ലെങ്കിൽ ഞങ്ങളുടെ പൂക്കി മുഖ്യന്റെ കുഴപ്പമോ അല്ല. ഈ കുഴപ്പത്തിന് കാര്യം പസഫിക് സമുദ്രമാണെന്നാണ് പറയുന്നത്. പസഫിക് സമുദ്രത്തിൽ എൽനിനോ എന്ന് പറയുന്ന ഏവനോ ഒരുത്തനുണ്ട്. അവൻ ഉണ്ടാക്കിയ കുഴപ്പമാണ് ഇപ്പോ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്ദിരാക്കട്ട് നടപ്പാക്കേണ്ടി വന്നത് എന്ന് കൈ കഴുകുന്നുണ്ട്. എന്തായാലും കഴിവുകേട് എന്താണെന്ന് അറിയാൻ വലിയ താമസമൊന്നും വേണ്ടി വന്നില്ല. കേവലം 1 മാസം തികഞ്ഞപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഇരുണ്ട കാലം ഉണ്ടായിരുന്നില്ല, അഥവാ ലോഡ് ഷെഡിംഗ് ഇല്ലായിരുന്നില്ല. ഇക്കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അതിതീവ്ര ചൂടുണ്ടായ സന്ദർഭത്തിൽ പോലും നമ്മൾ ലോഡ് ഷെഡിംഗ് ഉണ്ടാകാതെ പിടിച്ചു നിന്നു. പീക്ക് ടൈമിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലെത്തിയപ്പോഴും ചില സന്ദർഭങ്ങളിൽ ചിലയിടങ്ങളിൽ നേരിയ കട്ടുണ്ടായ 10 മിനിറ്റോളം കട്ടുണ്ടായ സന്ദർഭങ്ങളിൽ എന്തൊരു പരിഹാസമായിരുന്നു. ഇലക്ട്രിസിറ്റി ഓഫീസുകളിൽ യൂത്ത് ലീഗുകാരന്മാരും യൂത്ത് കോൺഗ്രസുകാരും KSUക്കാരെല്ലാം പോയി കിടന്ന് കാട്ടിയ ഷോകൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഇനിയിപ്പോ അതൊക്കെ നമ്മുടെ നാട്ടിലെ ഒരു ആചാരമായി മാറാൻ പോവുകയാണ്. കഴിവില്ലാത്തവർ ഒരു കസേരയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഉള്ള കാറ്റാടിപ്പാടത്ത് നിന്നുള്ള ഊർജ ഉൽപാദനം അദാനിക്കിപ്പോ കൊടുക്കാനായിട്ട് ധാരണയായിട്ടുണ്ട്. 3200 കോടി രൂപയ്ക്ക് എഴുതി വിറ്റതിന് ശേഷം ഇനി ഇത് നടത്തിക്കൊണ്ടുപോകാൻ വേറെന്തെങ്കിലും വിൽക്കേണ്ടി വരും. അതിനടുത്ത സ്വകാര്യ കമ്പനികളെ നമ്മൾ കാണും. കാര്യം ജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേ നമുക്ക് ഈ സ്വകാര്യക്കാർക്ക് കൈമാറാൻ പറ്റൂ. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മളതിൽ ഒന്നുമില്ല, അയ്യോ നടക്കൂല എന്ന് ഇല്ലായ്മ പറയണം, അല്ലെങ്കിൽ ദാരിദ്ര്യവാസം പറയണം. ആ ദാരിദ്ര്യവാസം പറഞ്ഞുകൊണ്ട് സൗജന്യ ഇന്ദിരാക്കട്ടും കൂടി കൊടുക്കുമ്പോൾ ജനം ബുദ്ധിമുട്ടി ഒടുവിൽ എങ്ങനെയെങ്കിലും വൈദ്യുതി താ എന്ന് പറയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അദാനിയെ വിളിക്കും. ഇതും കൂടി എടുത്തോ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇടുക്കി പവർ ഹൗസും വിൽക്കും. അങ്ങനെ കേരളത്തിലെ വൈദ്യുതി മേഖല മുഴുവൻ വരും കാലങ്ങളിൽ പൂക്കി മുഖ്യനുമായി ഉണ്ടാക്കിയ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ കോടിക്കണക്കിന് രൂപ നമ്മൾ കമ്മീഷനും മേടിക്കും, അവർക്ക് അതിന്റെ വരുമാനവും കൊടുക്കും. അങ്ങനെ കേരളത്തിന്റെ കൈവശമുള്ള ഓരോന്നും വിറ്റഴിക്കാൻ വേണ്ടി ഇന്ദിരാക്കട്ടും പ്രിയദർശിനി സൗജന്യ യാത്രയൊക്കെ തുടങ്ങുകയാണ്. എങ്ങനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നതിനെ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ. പിന്നെ ഈ സ്വകാര്യവൽക്കരിച്ചു കഴിഞ്ഞാൽ ലാഭം ഉണ്ടാകുമെന്നൊക്കെ ഡയലോഗ് അടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. തിരുവനന്തപുരം എയർപോർട്ട് അദാനിയെ ഏൽപ്പിച്ചു. എന്താണ് അവസ്ഥയെന്ന് ആർക്കും പറഞ്ഞു തരണ്ടല്ലോ. എയർ ഇന്ത്യ വിമാനം ടാറ്റയെ ഏൽപ്പിച്ചു. എന്താണ് അതിൽ നിന്നുള്ള മാറ്റമൊന്നും ആരിടത്തും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതുപോലെ ഇതും കൊണ്ടുപോകുന്നു. അവർക്ക് തോന്നുംപടി ചെയ്യും. കേരളത്തിലെ ജനം അനുഭവിക്കുക. അന്ന് വൈദ്യുതി നിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇന്നിപ്പോ ഗവൺമെന്റിനോടെങ്കിലും പറയാം, അദാനിയോട് പറഞ്ഞിട്ട് കാര്യമില്ല, നീ സൗകര്യം ഉണ്ടെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ നീ ഉപയോഗിക്കണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പൂക്കിയും ആളിയനും ടീംസ് എല്ലാം കൂടി ഇന്ദിരാക്കട്ടിലൂടെ നടപ്പാക്കാൻ പോകുന്നു എന്നുള്ളതാണ് വരുംകാല യാഥാർത്ഥ്യം.